ശരീരം ഉണ്ടാക്കരുത്, എന്റെ മുമ്പിലുള്ളവരുടെ ശരീരം വളർത്തരുത്. ഞാൻ ഒന്നുകൂടി തുടക്കത്തിൽ പറഞ്ഞത് പറയുന്നു. ഗുരുദേവന്റെ വരികളാണിത്, എന്റെ വരികളല്ല. ആഹാരശുദ്ധി. അതുകൊണ്ട് വ്യക്തി, കുടുംബം, വീട്ടിനകത്ത് അച്ഛൻ ധന്യമായൊരു ജീവിതം നയിക്കണം, അമ്മ ധന്യമായൊരു ജീവിതം നയിക്കണം. മക്കൾക്ക് 3 വയസ്സ് മുതൽക്ക് നന്മ നിറഞ്ഞ സന്ദേശങ്ങൾ കൊടുക്കാൻ സാധിക്കണം. ഗുരുദേവൻ പറഞ്ഞത് മാത്രം കൊടുത്താൽ മതി. സമയക്കുറവുണ്ടെങ്കിൽ ഗുരുദേവൻ ചെറിയ ചെറിയ കഥകൾ പറഞ്ഞിട്ടുണ്ട്, ഗുരുദേവൻ ജീവിതാനുഭവങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്, ഗുരുദേവൻ സന്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇത് 3 മതി. ദ മെസ്സേജസ്, ദ എക്സ്പീരിയൻസസ്, ദ സ്റ്റോറീസ്. ഞാൻ ഈ കുന്നത്തുനാട് SNDP യൂണിയനിലെ ഭാരവാഹികളോട് പറയുകയുണ്ടായി, ഇവിടെ പബ്ലിഷ് ചെയ്ത നാരായണ വൈഖരി എന്നൊരു പുസ്തകമുണ്ട്. നാരായണ വൈഖരി എന്നൊരു പുസ്തകം ഞാൻ എവിടെയെല്ലാം പ്രഭാഷണം നടത്തുന്നുണ്ടോ അവിടെ എല്ലാം പറയാറുണ്ട്, ഈ പുസ്തകം ഒന്ന് വായിക്കണമെന്ന്. ഒരു 10 ദിവസത്തിനകം അത് റെക്കോർഡ് ചെയ്ത് അതിന്റെ CD ഞാൻ കർണൻ ചേട്ടന് എത്തിക്കാം. അതിവിടെ നിന്ന് കോപ്പി ചെയ്താൽ ഈ കാറിൽ യാത്ര ചെയ്യുമ്പോ അതിട്ട് കേട്ട് പഠിക്കാം. 9 മണിക്കൂർ കൊണ്ട് പുസ്തകം മുഴുവനും വായിച്ചു തീർക്കാം. അത് കാസറ്റിലാക്കാൻ 9.5 മണിക്കൂർ മതി. അത് കേൾക്കണം, മക്കളെ കേൾപ്പിക്കണം. നിങ്ങൾ കുടുംബത്തിനകത്ത് നന്മ നിറഞ്ഞ അന്തരീക്ഷം ഉണ്ടാക്കണം. ആദ്യത്തെ 5 പോയിന്റ് പറഞ്ഞത് മനസ്സ്, ചിന്തകൾ, കർമ്മം, കർമ്മഫലം, കർമ്മപ്രതിഫലം. മൈൻഡ്, തോട്ട്സ്, ആക്ഷൻ, റിസൾട്ട്, റിവാർഡ്. പിന്നത്തെ 5 പോയിന്റ് ഇൻഡിവിഡുവൽ, വ്യക്തി, കുടുംബം, സമൂഹം, രാഷ്ട്രം, മാനവരാശി. കുടുംബത്തിനകത്ത് നന്മകൾ ഉണ്ടാവണമെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ സമൂഹമുണ്ട്. AK ആന്റണി ഡിഫൻസ് മിനിസ്റ്റർ ആയതിനു ശേഷം കഴിഞ്ഞ കുറേ കാലമായിട്ട് ജനുവരി മാസം 10-ാം തീയതിയോ 11-ാം തീയതിയോ ഞാൻ അരുണാചൽ പ്രദേശിൽ പോവാറുണ്ട്. അവിടുത്തെ പോലീസുകാർക്കും കളക്ടർമാർക്കും ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്കും ഇന്ത്യ ചൈന ബോർഡറിലുള്ള പട്ടാളക്കാരുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാം ക്ലാസ് എടുക്കാറുണ്ട്. 4 വർഷം മുമ്പ് പോയപ്പോ 8 ലക്ഷം ജനസംഖ്യ മാത്രമുള്ള അരുണാചൽ പ്രദേശില് 20,000 ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു. ഈ ജനുവരി മാസം ഞാൻ പോയപ്പോ അരുണാചൽ പ്രദേശിലെ ജനസംഖ്യ 8.5 ലക്ഷം. അതിൽ ക്രിസ്ത്യാനികളുടെ എണ്ണം 8 ലക്ഷം. ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും അവഹേളിച്ചും ഹൈന്ദവ ജനതയെ ഇന്ന് ഭാരതത്തിൽ മതം മാറ്റുന്നു. അറിയണം എന്റെ മുമ്പിലുള്ളവര്, ഗോപാലകൃഷ്ണൻ ഒരു മതത്തിനോടും എതിർപ്പില്ല. ഞാൻ ഇന്നും എന്റെ തല കാലിൽ തൊട്ട് നമസ്കരിക്കുന്നത്, ഒന്ന് ജീവിച്ചിരുന്നിടത്തോളം കാലം എന്റെ അമ്മയുടെ കാലില്, അച്ഛന്റെ കാലില്, എറണാകുളത്തെ MG റോഡിലുള്ള ദ്വാരക ഹോട്ടലില് സപ്ലയറായി ജീവിച്ച ഗോപാലകൃഷ്ണനെ ഒരു സയന്റിസ്റ്റും ഇതേപോലെയും ആക്കി തീർത്തത് തൃപ്പൂണിത്തുറയിലെ പള്ളിക്കുന്നേൽ മത്തായി സാറാണ്. പള്ളിക്കുന്നേൽ മത്തായി സാറ് ഇന്നും ഞാൻ ഓരോ പുസ്തകവും എഴുതി കഴിയുമ്പോ അദ്ദേഹത്തിന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്ത് എന്റെ നെറ്റി ആ മനുഷ്യന്റെ കാലിൽ തൊട്ട് ഞാൻ നമസ്കരിക്കാറുണ്ട്. മത്തായി സാറ് പറയാറുമുണ്ട്, ഞാനൊരു ക്രിസ്ത്യാനിയാ ഗോപാലകൃഷ്ണ, ഊണൂലിട്ട ഗോപാലകൃഷ്ണൻ എന്നെ ഇങ്ങനെ നമസ്കരിക്കരുത്. ഞാൻ പറയാറുണ്ട്, അങ്ങ് ക്രിസ്ത്യാനിയോ മുസ്ലിമോ ഇടതുപക്ഷമോ വലതുപക്ഷമോ യുക്തിവാദിയോ
നിരീശ്വരവാദിയോ ഇതൊന്നും എനിക്ക് പ്രശ്നമല്ല. എന്നെ, എന്റെ ജീവിതത്തെ മാറ്റിമറിച്ച അങ്ങയുടെ മുമ്പില് തൊഴുകൈയോടെ നിൽക്കുന്നു. എനിക്ക് ക്രിസ്ത്യാനികളോട് എതിർപ്പില്ല. പക്ഷെ അരുണാചൽ പ്രദേശില്, ആസാമില്, നാഗാലാൻഡില്, മിസോറാമില്, മണിപ്പൂരില്, ഒറീസയില്, ബാംഗ്ലൂര്, തമിഴ്നാട്ടില് എടുത്തൊരു പ്രാവശ്യവും കൂടി പറയുന്നു, ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും അവഹേളിച്ചും ഹൈന്ദവ ജനതയെ ഭരണത്തിന്റെ കൂടി അനുഗ്രഹത്തോടുകൂടി മതം മാറ്റുന്നു. ഒരു ബിഷപ്പ് ഒരു TV ചാനലില് അടുത്ത കാലത്ത് പറയുകയുണ്ടായി. ആ ബിഷപ്പിനെ നിങ്ങൾക്കെല്ലാം അറിയാം, ഞാൻ പേര് പറയണില്ല. കൈ രണ്ടും ഉയർത്തിക്കൊണ്ട് 2000-ഓളം വരുന്ന കത്തോലിക്ക സമുദായത്തിൽപ്പെട്ടവരോട് കൈ ഉയർത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, 2020 എന്നൊരു വർഷമുണ്ടെങ്കിൽ ഭാരതത്തിലെ പാർലമെന്റ് സമ്മേളനം ബൈബിള് വായിച്ചിട്ടായിരിക്കും തുടങ്ങുക. 2020 എന്നൊരു വർഷമുണ്ടെങ്കിൽ ഭാരതത്തിലെ പാർലമെന്റ് സമ്മേളനം ബൈബിള് വായിച്ചിട്ടായിരിക്കും തുടങ്ങുക. ഇത് കേട്ട 2000-ഓളം വരുന്ന ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ടവര് കൈ രണ്ടും തലയ്ക്ക് മുകളിലാക്കി കൈയടിക്കുന്ന ഒരു കാഴ്ച നേരിട്ട് കണ്ടു. ഇത് സത്യം. ഈ ധർമ്മത്തെ എങ്ങനെയാണോ നിങ്ങള് വ്യക്തിപരമായ ശരീരശുദ്ധി, മനഃശുദ്ധി, വാക്ശുദ്ധി, കർമ്മശുദ്ധി പാലിക്കേണ്ടത്, അതേപോലെ കുടുംബശുദ്ധിയും നാരായണ ഗുരുദേവൻ കൃഷ്ണൻ വൈദ്യരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഈ കൃഷ്ണൻ ഇല്ലായിരുന്നെങ്കിൽ നമ്മളെല്ലാം ക്രിസ്ത്യാനികളാകുമായിരുന്നു എന്ന്. ഗുരുദേവൻ പറഞ്ഞത് ജാതിഭേദം, മതദ്വേഷം, മതഭേദമല്ല, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം. ജാതിഭേദം ഉണ്ടാവാൻ പാടില്ല. മതഭേദം ഉണ്ടാവാൻ പാടില്ലെന്നല്ല പറഞ്ഞത്, മതദ്വേഷം ഉണ്ടാവാൻ പാടില്ല. അതേപോലെ ഗുരുദേവൻ പറഞ്ഞു, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. ആരോട് പറഞ്ഞു? ഞാൻ മനസ്സിലാക്കിയിടത്തോളം 40 ഹിന്ദു കുടുംബാംഗങ്ങള് ക്രിസ്തുമതത്തിലേക്ക് മതപരിവർത്തനം ചെയ്യുന്നതിനെ കുറിച്ച് ഗുരുദേവനോട് വന്ന് പറഞ്ഞു, സവർണരുടെ അവഹേളനം താങ്ങാൻ പറ്റണില്ല, ഞങ്ങൾ മതം മാറുകയാണ്. ഗുരുദേവൻ തിരിച്ചു പറഞ്ഞു, മതമല്ല പ്രശ്നമുണ്ടാക്കുന്നത്, മതം കൈകാര്യം ചെയ്യുന്നവരാ. മതമല്ല പ്രശ്നമുണ്ടാക്കുന്നത്, മതം കൈകാര്യം ചെയ്യുന്നവരാണ്. അപ്പ ഗുരുദേവൻ പറഞ്ഞതാ, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. ഹിന്ദുമതത്തിൽ തുടരാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ സനാതന ധർമ്മത്തിലേക്ക് മതം മാറുക. ഹിന്ദുമതത്തിൽ തുടരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സനാതന ധർമ്മത്തിലേക്ക് മതം മാറുക. ഈ ഉപദേശം ഗുരുദേവന്റെ ആണെങ്കിൽ ഓർമ്മിക്ക, എന്റെയും നിങ്ങളുടെയും ധർമ്മം ഒരു 10,000 വർഷമായിട്ട് ഭാരതത്തിൽ നിലനിൽക്കുന്നു. മരിക്കാതെ മെസോപ്പൊട്ടേമിയൻ സംസ്കാരം ഇല്ല, ബാബിലോണിയൻ സംസ്കാരം ഇല്ല, റോമാ സംസ്കാരം ഇന്നില്ല, ചൈനീസ് സംസ്കാരം ഇല്ല. കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ ആഴ്ച, 3 ആഴ്ച മുമ്പ് ഞാൻ ചൈനയിൽ പോയിരുന്നു. ചൈനീസ് വൻമതിലിലൂടെ 6 കിലോമീറ്റർ നടന്നു ടിയാനൻമെൻ സ്ക്വയറിൽ പോയി മാവോ സേതുങ്ങിന്റെ ഡെഡ് ബോഡി 2 മീറ്റർ അടുത്ത് നിന്നുകൊണ്ട് കണ്ട് തൊഴുതിട്ടാ ഞാൻ വന്നത്. എന്റെ മുമ്പിലുള്ളവരോട് പറയുന്നു, നിങ്ങൾ കോൺഗ്രസ്സുകാരനോ, നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനോ, BJPയോ, യുക്തിവാദിയോ, നിരീശ്വരവാദിയോ ആരുമായിക്കൊള്ളട്ടെ, ആരു വേണമെങ്കിലും ആയിക്കൊള്ളുക, സനാതന ധർമ്മം അത് ഭാരതത്തിൽ നിന്ന് വേരറ്റു പോയാൽ വിവേകോദയം പ്രസ്സിന് നാരായണ ഗുരുദേവൻ വിവേകോദയം എന്ന് പേരിടാൻ കാരണം വിവേകാനന്ദനെ കണ്ടതിന് ശേഷം
ആ വിവേകാനന്ദൻ പറയുന്നു, ഇഫ് ഹിന്ദു ധർമ്മ വാനിഷസ് ഫ്രം ഇന്ത്യ, ഇന്ത്യ വിൽ ബിക്കം ദ ഗ്രേവിയാർഡ് ഓഫ് ദ വേൾഡ്. ഭാരതത്തിൽ നിന്ന് ഹിന്ദു ധർമ്മം നഷ്ടപ്പെട്ടാൽ ഭാരതം ലോകത്തിന്റെ ശ്മശാന ഭൂമിയായി മാറും. ഭാരതം ലോകത്തിന്റെ ശ്മശാന ഭൂമിയായി മാറും. അതുകൊണ്ട് ഗോപാലകൃഷ്ണൻ ഒരാഗ്രഹം നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ വീക്ഷണം എന്തുമാവട്ടെ, നിങ്ങളുടെ തോന്നല് എന്തുമാവട്ടെ, ശ്രീനാരായണ ഗുരുദേവൻ ഭൂമിയിൽ ജനിച്ചത് ഈ ഭാരതത്തിന്റെ പൈതൃകവും സനാതനധർമ്മവും ഉയർത്താനാണ്, വളർത്താനാണ്, ഉണർത്താനാണ്, തകരാതിരിക്കാൻ, തകർക്കാതിരിക്കാൻ, വരളാതിരിക്കാൻ, വളരാനായിട്ടാണ്. ആ ദൗത്യം എന്റെ മുമ്പിലുള്ളവർ ഏറ്റെടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ വിചാരിച്ചാൽ സാധിക്കും, നിങ്ങൾ വിചാരിച്ചാലേ സാധിക്കുള്ളൂ. വ്യക്തിപരമായിട്ട് നന്മ, കുടുംബത്തിലെ നന്മ, നമ്മുടെ ധർമ്മത്തിലെ നന്മ, രാഷ്ട്രത്തിലെ നന്മ, രാഷ്ട്രത്തിന്റെ ഭൂതകാലം, രാഷ്ട്രത്തിന്റെ വർത്തമാനകാലം, രാഷ്ട്രത്തിന്റെ ഭാവി കാലം, അത് ഒന്നറിയണം. ദ പാസ്റ്റ് ഓഫ് ഇന്ത്യ, ദ പ്രസന്റ് ഓഫ് ഇന്ത്യ ആൻഡ് ദ ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ. ഇത് പഠിക്കണം, കുറേശ്ശെ പഠിക്കണം. വാശിയും പകയും ഉണ്ടാക്കാനോ വാശിയും പകയും ചേർത്ത് പ്രവർത്തിക്കാനോ അല്ല. ഈ രാഷ്ട്രം ഇനിയും ലോകത്തിന്റെ മുമ്പിൽ ഒരു 10,000 വർഷം നിലനിൽക്കേണ്ട രാഷ്ട്രമാണ്. ആ രാഷ്ട്രത്തില് ഒരു മെഴുകുതിരി, ഒരു വിളക്ക് കത്തിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചാൽ ഭാവ രാഗ താളത്തോടു കൂടിയ, ഭാവ രാഗ താളം, ഭാരതം, ഭാരതം എന്ന രാഷ്ട്രം നമ്മുടെ പൂർവീക ഋഷിവര്യന്മാര് നമുക്ക് തന്ന വേദങ്ങള്, നമുക്ക് തന്ന ഇതിഹാസങ്ങള്, നമുക്ക് നൽകിയ പുരാണങ്ങള്, ദർശനങ്ങള്, 2000-ഓളം ഗ്രന്ഥങ്ങള്, 10,000 വ്യാഖ്യാനങ്ങള്, 1,00,000 ഉപാഖ്യാനങ്ങള്, ഒറ്റ വരിയിൽ പറഞ്ഞാൽ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങള്, ആയിരക്കണക്കിന് ആചാര്യന്മാര്, ആയിരക്കണക്കിന് വിഷയങ്ങളില് കഴിഞ്ഞ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് എഴുതിയതിന്റെ തുടർച്ചയായിട്ട് പരമപൂജനീയ ശ്രീനാരായണ ഗുരുദേവനും മാനവരാശിയുടെ നന്മയ്ക്കും ഭാരതത്തിന്റെ നന്മയ്ക്കും വേണ്ടി നൽകിയ സന്ദേശങ്ങളും പഠിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ അത് സമർപ്പിക്കാൻ സാധിക്കണം. അങ്ങനെ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതം ധന്യമാകും. ഭാരതത്തെക്കുറിച്ച്, ഭാരതത്തിലെ സനാതന ധർമ്മത്തെക്കുറിച്ച് പഠിക്കാൻ മറ്റൊരിടത്തേക്കും പോകണമെന്നില്ല. അടുത്ത വർഷം കുന്നത്തനാട് താലൂക്കില് ഇതേപോലൊരു സമ്മേളനം നടക്കുന്നുണ്ടെങ്കിൽ ആ സമ്മേളനം നടക്കുന്നതിന് മുൻപ് വർക്കല ശിവഗിരി ആശ്രമത്തിൽ നിന്ന് പബ്ലിഷ് ചെയ്ത ഒരു ചെറിയ പുസ്തകമുണ്ട്, ശ്രീനാരായണ ഗുരുദേവന്റെ സമ്പൂർണ്ണ കൃതികള്, ശ്രീനാരായണ ഗുരുദേവ കൃതികള്. ആ പുസ്തകം ഒരു 5 പ്രാവശ്യമെങ്കിലും എന്റെ മുമ്പിലുള്ളവർ വായിച്ചിരിക്കണം. ചിലതൊന്നും മനസ്സിലാവുകയേയില്ല, ഉറപ്പാ, ഒന്നും മനസ്സിലാവില്ല. അപ്പോഴും ഞാൻ അവരോട് പറയാറുണ്ട്, ഗുരുദേവൻ ലോകത്തിന് എഴുതിത്തന്ന കൃതികളില് 70% നമുക്ക് മനസ്സിലാവും, 20% കുറേശ്ശൊക്കെ മനസ്സിലാവും. അവസാനത്തെ 10% ഒന്നും മനസ്സിലാവില്ല. അപ്പൊ ഈ ഒന്നും മനസ്സിലാവാത്തത് എന്തിനാ എഴുതിയത്? ഒന്നും മനസ്സിലാവാത്തതും ഇവിടെ ഉണ്ടെന്ന് ഓർമ്മിപ്പിക്കാനാ എഴുതിയത്. എല്ലാം മനസ്സിലാവില്ല, കുറച്ച് നല്ലോണം മനസ്സിലാവും, കുറേശ്ശെ മനസ്സിലാവും, ചിലതൊന്നും മനസ്സിലാവില്ല. ആ ഒരു പുസ്തകം നിങ്ങൾ വായിക്കണം. ഇത് 2 കയ്യും കുപ്പി
ഗോപാലകൃഷ്ണൻ നിങ്ങളോട് അപേക്ഷിക്കുകയല്ല, കയ്യു കൂപ്പാതെ നിങ്ങളോട് നിർദ്ദേശിക്കുകയാണ്. ഇത് നിർദ്ദേശമാണ്. ഇത് വായിച്ചിരിക്കണം. അല്ലാത്തവർ ഗുരുദേവന്റെ മുമ്പില് കയ്യുകൂപ്പി നിൽക്കുമ്പോ മനസ്സാക്ഷി കുത്തുണ്ടാവും. എന്തിനാ ഞാൻ ഗുരുദേവനെ ആരാധിക്കുന്നത്? എന്തുത്തരം പറയും? എന്തുത്തരം പറയും? SNDP യൂണിയൻ ഉണ്ടാക്കിയതിനാണ്? ആയിരിക്കാൻ സാധ്യതയില്ല. ഈ ഭാരതത്തിന്റെ സംസ്കാരത്തെ, സനാതന ധർമ്മത്തെ, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കർമ്മമണ്ഡലത്തെ ധന്യമാക്കിയ അവതാരമായതുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവനെ ഞാൻ പൂജിക്കുന്നു, ആരാധിക്കുന്നു, ഞാൻ അനുഗ്രഹം സ്വീകരിക്കുന്നു. അങ്ങനെയെങ്കിൽ ആ വിഗ്രഹവും ആ രൂപവും അത് നമ്മുടെ മനസ്സിൽ വരുമ്പോൾ അവിടെ നിന്ന് തന്നതും നമ്മുടെ മനസ്സിലുണ്ടാവണം. അങ്ങനെ ധന്യമായി ആദ്യത്തെ 5 പോയിന്റ്: ഗ്രേറ്റ് മൈൻഡ്, ഗുഡ് മൈൻഡ്, ഗുഡ് തോട്ട്സ്, ഗുഡ് ആക്ഷൻ, ഗുഡ് റിസൾട്ട്, ഗുഡ് റിവാർഡ്. അടുത്ത 5 പോയിന്റ്: വ്യക്തിപരമായ ശുദ്ധി, കുടുംബപരമായ ശുദ്ധി, നമ്മുടെ ധർമ്മത്തിലെ ശുദ്ധീകരണം, അതേപോലെ തന്നെ അപ്പുറത്ത് നമ്മുടെ രാഷ്ട്രം, നമ്മുടെ സമൂഹവുമായി ബന്ധപ്പെട്ട മാനവരാശി ലോകത്തിലെ 239 രാജ്യങ്ങളിലുണ്ടെങ്കിൽ അവർക്കെല്ലാം കൂട്ടത്തിൽ ഒന്നുകൂടി പറയുന്നു, ഗുരുദേവന്റെ പേരില് ഉണ്ടാക്കിയ ഒരു ക്ഷേത്രത്തില് 4 ദിവസം മുമ്പ് ഞാൻ പ്രഭാഷണത്തിന് പോയിരുന്നു. അവര് പറയുകയുണ്ടായി, ഇപ്രാവശ്യം ഈ അമ്പലത്തില് 41 ആനകളുണ്ട് സാറേ എന്ന്. ഞാൻ തൊഴുതുകൊണ്ട് പറഞ്ഞു, കരിയും കരിമരുന്നും ഒഴിവാക്കണമെന്ന് പറഞ്ഞത് ഗോപാലകൃഷ്ണനല്ല. കരിയും കരിമരുന്നും ഒഴിവാക്കണമെന്ന് പറഞ്ഞത് ഗോപാലകൃഷ്ണനല്ല. ഗുരുദേവനെ പ്രതിഷ്ഠിച്ച് പൂജിക്കുന്ന സ്ഥലത്ത് ഈ 41 ആനയുടെ ശാപം വേണോ? കൂച്ചുവിലങ്ങിട്ട് പൊള്ളുന്ന വെയിലത്ത് അതിനെ നിർത്തി ഏത് ഗുരുദേവനാ പറഞ്ഞിരിക്കുന്നത് എനിക്ക് ആനപ്പുറത്ത് എഴുന്നള്ളിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഒഴിവാക്കണം. അതേപോലെ ഗുരുദേവനുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളില് മനുഷ്യന്റെ ലങ്സിന് ക്യാൻസർ ഉണ്ടാക്കുന്ന സെലീനിയം എന്ന സാധനം അന്തരീക്ഷത്തിലേക്ക് വമിക്കുന്ന വെടിക്കെട്ട് ഒഴിവാക്കണം. അതേപോലെ അഭ്യർത്ഥിക്കുന്നു, മദ്യം ഒഴിവാക്കണം. മദ്യം ഒഴിവാക്കണം. ഒരു മോളിക്യൂൾ മദ്യം. ഞാൻ 25 വർഷം ഇന്ത്യയില് പ്രൈം മിനിസ്റ്ററുടെ ഡിപ്പാർട്ട്മെന്റില് സീനിയർ സയന്റിസ്റ്റായിട്ട് വർക്ക് ചെയ്തു. 2 വർഷം കാനഡയില്, 1 വർഷം അമേരിക്കയില്, ഏതാനും മാസങ്ങള് ഇംഗ്ലണ്ടില്. ഇപ്പോഴും ഞാൻ അമേരിക്കയിൽ പോവാറുണ്ട്. ജൂൺ മാസം 30 പോവും, ആഗസ്റ്റ് 2 വരാറുള്ളൂ. ഈ വർഷം നേരത്തെ വന്നു. അമർനാഥിലേക്ക് പോവാനുണ്ടായിരുന്നത് കൊണ്ട് അവിടെ എല്ലാം വർക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി, അവരെല്ലാം മദ്യത്തിൽ നിന്ന് മോചനം നേടുന്നു. അവര് വെജിറ്റേറിയൻ ഭക്ഷണത്തിലേക്ക് വരുന്നു. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി, ഓക്സ്ഫോർഡ്, ഹാർവാർഡ്, ഇവിടെ എല്ലാം പോകാൻ ഭാഗ്യം കിട്ടിയപ്പോൾ കണ്ടു, അവരെല്ലാം വെജിറ്റേറിയനിസത്തിലേക്ക് വരുന്നു. മദ്യം ഒഴിവാക്കുന്നു. നമുക്കും അത് ഒഴിവാക്കിക്കൂടെ? എന്തിന് അവനവനെ കൊല്ലാനുള്ള വിഷം കഴിക്കണം? കുറെ കഴിയുമ്പോ ഈ ശരീരത്തിൽ ലിവർ ഉണ്ടാവില്ല. മദ്യം കഴിക്കുന്നവരുടെ ആ കിഡ്നി വർക്ക് ചെയ്യില്ല. കുറച്ച് കഴിയുമ്പോ ഏന്തി വലിച്ച് നടക്കുമ്പോ നമ്മളുടെ ജീവിതം, നമ്മുടെ ഭാര്യയ്ക്കൊരു ഭാരം, മക്കൾക്കൊരു ഭാരം. കുറച്ചുകൂടി കഴിയുമ്പോ നമ്മുടെ ജീവിതം നമുക്ക് തന്നെ ഭാരമായി. അന്ന് നമ്മുടെ മക്കൾ പറയും, അച്ഛാ അന്ന് പറഞ്ഞതാ മദ്യം കഴിക്കരുതെന്ന്. ഇന്ന് അച്ഛൻ കട്ടിലിൽ കിടക്കുന്ന കാണുമ്പോ മകൻ തൊഴുകയ്യോടെ ചോദിക്കുന്നു, അച്ഛൻ കഴിയുന്നതും വേഗം ഒന്ന് മരിച്ചാൽ മതിയെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ എന്ന്. നിങ്ങൾക്ക് വേണ്ടി മക്കളെ അങ്ങനെ പ്രാർത്ഥിപ്പിക്കരുത്. അല്ലാതെ രോഗം വന്നാൽ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. മദ്യപിക്കരുത്, ചെത്തരുത്, വിൽക്കരുത്, കുടിക്കരുത് എന്ന് പറഞ്ഞത് ഗോപാലകൃഷ്ണനല്ല. ഒഴിവാക്കണം. മാംസാഹാരം ഒഴിവാക്കണം. ധന്യമായൊരു ജീവിതം
നിങ്ങൾക്ക് സാധിക്കും. ഗുരുദേവൻ മാർഗദർശിയായി, അവതാരമായി, ഗുരുവായി, ചൈതന്യവത്തായ സ്രോതസ്സായി മുമ്പിൽ നിന്നുകൊണ്ട് നമ്മളോട് ഉപദേശിച്ചപ്പോൾ ആ ഗുരുദേവന്റെ മുമ്പിൽ നിന്ന് തൊഴുതുകൊണ്ട് പ്രാർത്ഥിക്കണം. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും, മായയും നിൻ മഹിമയും നീയും എന്നുള്ളിലാവണം. ഇന്നിവിടെ ചൊല്ലിയത് എന്നുള്ളിലാവണം എന്നാണ്. പക്ഷെ ഞാൻ ചൊല്ലാറുള്ളത് എന്നുള്ളിലാവണം എന്നാണ്. എന്റെ ഉള്ളിലാവണം. അത് തന്നെയാ ഗ്രാമർ. എന്തായാലും എനിക്ക് വിരോധമില്ല. ഞാൻ എന്റെ മക്കളോടും എന്റെ ഭാര്യയോടും എവിടെയെല്ലാം പ്രഭാഷണം നടത്തുന്നോ അവിടെ എല്ലാം പറയും, ഈ പ്രാർത്ഥന രാവിലെയും വൈകുന്നേരവും ചൊല്ലണം, വിടാതെ ചൊല്ലണം. ഈ കോട്ടയത്ത് നിന്ന് ചില ക്രിസ്ത്യൻ പെൺകുട്ടികൾ എന്നെ വിളിക്കാറുണ്ട്, സാറേ എന്ത് ചൊല്ലിയാ പ്രാർത്ഥിക്കേണ്ടത്? ഇത് മതി, ഇതിനകത്തുണ്ടെല്ലാം. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും, മായയും നിൻ മഹിമയും നീയും എന്നുള്ളിലാവണം. ലാസ്റ്റ് ജീവിതത്തിന്റെ അവസാനത്തില് ചൊല്ലാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പൊ തന്നെ ചൊല്ലുക. ഒന്നൊന്നായി എണ്ണിത്തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ള നിന്നില സ്പന്ദമാകണം. ജഗദീശ്വര, ഉപനിഷത്തുക്കളുടെ സത്ത്, വേദത്തിന്റെ സത്ത്, ഇതിഹാസങ്ങളുടെ അനുഭവം, പുരാണങ്ങളുടെ കഥകളിലൂടെയുള്ള അനുഭവം എല്ലാം കടഞ്ഞെടുത്ത് ഗുരുദേവൻ നമുക്ക് തന്ന സന്ദേശങ്ങള് നിരന്തരം ജീവിതത്തിൽ പകർത്താൻ നിങ്ങൾക്കും എനിക്കും പ്രത്യക്ഷമായും പരോക്ഷമായും നമ്മളുമായി ബന്ധപ്പെട്ടവർക്കെല്ലാം സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും ധന്യമായൊരു വേദിയില് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതിലപ്പുറത്തുള്ള ചാരിതാർത്ഥ്യത്തോടുകൂടി ഞാൻ അപേക്ഷിക്കുന്നു. അഹം എന്ന സിനിമയില് മോഹൻലാല് തലപ്പാവ് കെട്ടിക്കൊണ്ട് നടക്കുന്ന സമയത്ത് ഒരു പാട്ട് പുറകിൽ നിന്ന് കേൾക്കാം. പാതിമെയ്യായ മാതാവിനോ പാതിമെയ്യായ പിതാവിനോ 10 മാസം ചുമന്നെന്നെ ഞാനാക്കി മാറ്റിയ ഗർഭപാത്രത്തിനോ എന്റെ മുമ്പിലിരിക്കുന്ന എന്റെ കുടുംബാംഗങ്ങളോടോ നന്ദി ആരോട് ഞാൻ ചൊല്ലേട്ടു? എനിക്കറിഞ്ഞൂടാ. സന്തോഷമുണ്ട്, സംതൃപ്തിയുണ്ട്. ഒരു കാര്യവും കൂടി, അവർന്നൊരു വേദം കേൾക്കരുത്, പഠിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ മുമ്പിലുള്ളവരോട് എനിക്കൊരു അഭ്യർത്ഥന, നിങ്ങളെല്ലാവരും ഒരു വേദമെങ്കിലും കേട്ടിരിക്കണം. പഠിക്കണമെന്ന് ഞാൻ പറയില്ല, ബുദ്ധിമുട്ടാണ്. ഒരു വേദമെങ്കിലും ജീവിതത്തിൽ കേട്ടിരിക്കണം. എല്ലാ വേദങ്ങളും അവിടെ ഉണ്ട്. അത് കോപ്പിയെടുത്ത് കുന്നത്തനാട് താലൂക്കിലെ SNDP യൂണിയനിലെ പ്രവർത്തകര് ഓരോരുത്തർക്കും എത്തിക്കാനുള്ള കർമ്മ പദ്ധതി ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇമെയിൽ അഡ്രസ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവിടെ എഴുതി തന്നാൽ എല്ലാ ആഴ്ചയും 4.8 ലക്ഷം പേർക്ക് ഇമെയിൽ അയക്കുന്ന കൂട്ടത്തില് ഈ നാടിന്റെ പൈതൃകം നിങ്ങൾക്കും എത്തിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ധന്യമായ ഈ സദസ്സില് എന്നെ പ്രഭാഷണത്തിന് ക്ഷണിച്ച ആരാധ്യരായ വ്യക്തികളോട്, കർണനോട്, അതേപോലെ SNDP യൂണിയനിലെ ഭാരവാഹികളോട്, ഗോപാലകൃഷ്ണന് അഭ്യർത്ഥിക്കാനുള്ള അവസാനത്തെ ആഗ്രഹം, അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ 2 കൈയും നീട്ടി സമർപ്പിക്കുകയാണ്. 2 വർഷത്തിനുള്ളില് ഈ യൂണിയന്റെ കീഴില് ഒരു ടി വി സ്റ്റേഷൻ നിർബന്ധമായും ഉണ്ടാവണം. ഒരു ടി വി സ്റ്റേഷൻ ഉണ്ടാവണം. അതിനത്ര വിഷമൊന്നുമില്ല. പൈസ പറയാനാണ് എന്നോടിപ്പോ പറഞ്ഞത്. കുവൈറ്റില് ഗുരുദേവനെ കുറിച്ച് പ്രഭാഷണം നടത്താൻ പോയപ്പോ എന്നെ കാറില് എയർപോർട്ടിൽ നിന്ന് പ്രഭാഷണ വേദിയിലേക്ക് കൊണ്ടുപോയ ആള് എന്നോട് പറയുകയുണ്ടായി, അമേരിക്കൻ വിമാനം കുവൈറ്റിൽ ഇറങ്ങാനുള്ള ആ എയർപോർട്ടിന്റെ കോൺട്രാക്ടർ ഞാനായിരുന്നു സാറേ എന്ന്. അമേരിക്കൻ വിമാനം കുവൈറ്റിൽ ഇറങ്ങാനുള്ള എയർപോർട്ട് ഉണ്ടാക്കിയ കോൺട്രാക്ടർ
അദ്ദേഹമാണെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ അവിശ്വസിക്കേണ്ട ആവശ്യമില്ലല്ലോ. അദ്ദേഹത്തിന്റെ 7 മണിക്കൂറിലെ ഇൻകം മതി ഇവിടെ ഒരു TV സ്റ്റേഷൻ ഉണ്ടാക്കാൻ. 7 മണിക്കൂറിലെ. പിന്നെ കർണൻ ചേട്ടനും അതേപോലെയുള്ളവരും. ഇത് ഗോപാലകൃഷ്ണൻ ഒരാഗ്രഹം പ്രകടിപ്പിച്ചതല്ല, സാധിക്കും, സാധിക്കണം. വിനയ പുരസ്സരം പ്രണാമമർപ്പിക്കുന്നു. ജഗദീശ്വരനും ഗുരുദേവനും നിങ്ങളെ എല്ലാവരെയും ദീർഘ ആയുരാരോഗ്യ ഐശ്വര്യാനാം അഭിവൃദ്ധിരസ്തു. ദീർഘായുസ്സും ആരോഗ്യവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ജഗദീശ്വരനും ഗുരുദേവനും നിങ്ങൾക്കേവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗോപാലകൃഷ്ണന്റെ പ്രണാമം, പ്രണാമം, പ്രണാമം. നമസ്കാരം.